കൊള്ളാം കേട്ടാ. ഇതുവരെ വന്നിട്ട് എന്തായാലും നഷ്ടമായില്ല. ടോപ്പ് ടോപ്പ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടാ. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. ഉമ്മ പോയിട്ടൊക്കെ വരാം കേട്ടാ, അടിയൊന്നും ഉണ്ടാക്കരുത് രണ്ടുപേരും. അപ്പൊ പോട്ടാ, പോയിട്ട് വരാം. ഉമ്മ പോയിട്ട് വരാം. ഉമ്മായും ഉപ്പായൊക്കെ ഒരേപോലെയാ. ആരുടെ പോയിട്ട് വരാം. ഇത് കുഴപ്പമില്ല. ഗേസ് ഇപ്പോൾ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഗേസ് കഴിഞ്ഞ ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ വീഡിയോ ഇട്ട് പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കർ അടിച്ച്, അതുപോലെ ഉമ്മാമ്മയെ കണ്ട്, കുഞ്ഞുമ്മയെ കണ്ട്, ഉപ്പായെ കണ്ട്, എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചാണ് കഴിഞ്ഞ ദിവസം പോകാൻ പറ്റാത്തത്. അപ്പം ഞാൻ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി അത് കണ്ടു നോക്കിയിട്ട്. ഗേസ് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പിറ്റേ ദിവസം പോകുന്നതാണ് പറഞ്ഞത്, പക്ഷേ എനിക്കിന്ന് പോകാൻ പറ്റിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു ചെറിയൊരു കേബിൾ ഉണ്ടായിരുന്നു, അത് മേടിക്കണമായിരുന്നു. അതുപോലെ പവർ ബാങ്ക് അതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, എനിക്ക് പവർ ബാങ്ക് അതുപോലെ കുറച്ച് കാര്യങ്ങൾ മേടിക്കണം. പിന്നെ എൻ്റെ ഉമ്മാമ്മയെയും എൻ്റെ കുഞ്ഞുമ്മയൊന്നും കണ്ട് കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഉമ്മാമ്മയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ദിവസം കൂടെ വെച്ചിട്ട് പിറ്റേ ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എല്ലാ കാര്യങ്ങളും തീർക്കണം. പിന്നെ എൻ്റെ വണ്ടിയുടെ ബേക്കിൽ ഒരു ചെറിയ സ്റ്റിക്കർ അടിക്കണം, ഒരു ഓൾ കേരളയുടെ ചെറിയൊരു സ്റ്റിക്കർ അടിക്കണം. അപ്പോൾ വാപ്പ കലറായി പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പോയി ഒരു കേബിൾ മേടിച്ചിട്ട് നേരെ വാപ്പാൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ ഒരു സ്റ്റിക്കർ, ഒരു ഓൾ കേരളയുടെ ചെറിയ സ്റ്റിക്കർ അടിക്കണം. പിന്നെ ഉമ്മാമ്മയൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. ഗേസ് അപ്പോൾ നമ്മൾ സ്റ്റിക്കർ കടയിൽ നിന്ന് നേരെ നമ്മുടെ അളവെടുക്കാനായിട്ട് പോവാണ് വണ്ടിയുടെ. ഗേസ് അപ്പോൾ നമ്മുടെ SSDക്ക് വേണ്ട ഒരു കേബിൾ വേണമായിരുന്നു. കുറേ കടയിൽ കയറിയ അവസരം നമുക്ക് ഫാത്തിമ മൊബൈൽസിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാം. ഗേസ് അപ്പോൾ നമ്മൾ വന്ന രണ്ട് കാര്യങ്ങൾ നടന്നു. അതായത് നമ്മുടെ കേബിളും കിട്ടി, അതുപോലെ നമ്മൾ ചെറുതായിട്ട് വണ്ടിയിൽ ബേക്കിലൊട്ടിക്കാനായിട്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അതും കിട്ടി. ഇനി ഉമ്മാമ്മയും കുഞ്ഞുമ്മയൊക്കെ കണ്ട് യാത്ര പറയുക, പോവുക. അപ്പോൾ നമുക്കിനി അവരങ്ങോട്ട് പോകാൻ, ഞാൻ അങ്ങോട്ട് എത്തി. അപ്പൊ നമ്മളിവിടെ ഉച്ചയായിട്ട് കിടന്ന് ഉറങ്ങുന്നു. എത്ര വയസ്സുണ്ട് ഇള്ള പിള്ളേ കിടന്നുറങ്ങാൻ? കഷ്ടം, എന്ത് കഷ്ടം. വേണ്ട അഭിനയിക്കല്ലേ. ഞാൻ പോണ്, അത് പറയാൻ വന്നത്. ഞാനതാ പറയാൻ വന്നത് അതുകൊണ്ട് പോണതിന് മുമ്പ് ആര് കൂടെ വരുന്ന ഒന്നുകൂടെ ചോദിക്കും. ഇന്ന് കേരളമൊക്കെ കറങ്ങിയിട്ട് വരാം. വരുന്ന ചെലവൊന്നും ആലോചിച്ച് പേടിക്കണ്ട, എല്ലാം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇല്ല, എന്നെ ഒറ്റയ്ക്ക് വിടുകയാണ്. ഇപ്പൊ പറഞ്ഞ ഇവിടെ നിൽക്കും. ഞാൻ ഇവിടെ നിന്ന് അപ്പൊ ഞാൻ പോവും കേട്ടാ. അത് വേണ്ട കുഞ്ഞ, യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. പോവും. ഞാൻ പോണതിന് മുമ്പ് പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. പോയിട്ടൊക്കെ വരാം. ഓക്കെ, വിളിക്കാം. അയ്യേ ഗേസ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അധികം നേരം നിന്നില്ല, ഞാൻ കയറി വീഡിയോ എടുത്തു. ഒരു 3 മിനിറ്റ് കൂടി പോയാൽ നിന്ന് കാണും. നിന്ന് കഴിഞ്ഞാൽ ഉപ്പാടെ കരച്ചിട്ട് കരയേണ്ടി വരും. കരയിക്കാതെ ഞാൻ മാക്സിമം ചിരിച്ച് കളിച്ചൊക്കെ നിന്നിട്ട് ഞാൻ വന്ന്. ഉപ്പ ഞാൻ എറണാകുളത്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ ഓൾ കേരള എന്ന് പറഞ്ഞായിരുന്നു. ഉപ്പാക്കൊന്നും അറിയത്തില്ല. ഞാൻ പോകണമെന്ന് പറഞ്ഞ് മക്കളെ വിളിക്കണേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കേസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോയിട്ട് ഇനി ബാക്കി പോകാനുള്ള കാര്യങ്ങളും, അതുപോലെ ഒരു ബ്ലേഡ് മേടിക്കണം, അതുപോലെ ഈ സാധനം കട്ട് ചെയ്ത് പുറകിൽ ഒട്ടിക്കണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. യാത്ര എല്ലായിടത്തും പറഞ്ഞ് ഇനി പറയാൻ ആരുടെ ഇല്ല. നേരെ പരിപാടിയിലോട്ട് ഇറങ്ങും. കേസ് ഈ മെയിൻ റോഡിലോട്ട് കയറി സീറ്റ് ബെൽറ്റ് ഇട്ടാം. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വീടെത്തിയിട്ടാണ്. ചെറിയൊരു ബ്ലേഡ് മേടിക്കണമായിരുന്നു. അപ്പോൾ ചെറിയൊരു ബ്ലേഡും മേടിച്ചിട്ടുണ്ട്. ഇതാണ് കേസ് ഞാൻ പഠിച്ച സ്കൂള്. നല്ല മഴക്കോടും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകാം. കേസ് നമ്മുടെ സ്റ്റിക്കർ നമുക്ക് ഒട്ടിക്കാം. മഴയാവുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചാൽ ഇരിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം. എടുത്തോണ്ടാവാ. പാത്തുങ്ങുവാ ഗേസ്, ഞാൻ പോണെന്ന് അറിഞ്ഞിട്ട് എന്നെ കാണാനായിട്ട് കുഞ്ഞി പാത്തു എത്തിയിട്ടുണ്ട്.
കുഞ്ഞിപ്പാത്ത് 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 കുഞ്ഞിപ്പാത്ത്. ആരെ കാണാൻ വന്ന പാത്തു? അസിയാക്കയെ കാണാനായിട്ട് വന്നതാണ്. വാ നമുക്ക് ഒട്ടിക്കാം. എടുത്താ മറ്റേ കുഞ്ഞു സാധനം എടുത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇത് ഒട്ടിക്കാം. ആദ്യമേ ശകലോടെ ബാക്കിലോട്ട് ഇരുന്നല്ലേ കാണത്തുള്ളൂ. അതിങ്ങോട്ട് ഇവിടെ ഒരറ്റം തൂങ്ങി കിടക്കണല്ല. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. പാത്ത് എങ്ങനെയുണ്ട്? സൂപ്പർ. കേസ് അപ്പോൾ രാത്രി നമുക്ക് സാധനങ്ങളെല്ലാം പറക്കി ഇതിനകത്ത് നിറച്ച് വെക്കാം. അപ്പോൾ ഇനി ഇതിനകത്തെല്ലാം നിറച്ച് വെച്ചിട്ട് വരാം. കേസ് എങ്ങനെ ഓൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കേസ് അപ്പോൾ ആൾ കേരള പോകാനായിട്ട് എൻ്റെ മമ്മിയെക്കോൾ ആദ്യം കയറി ഇരിപ്പുണ്ട്. കേസ് ചുമ്മാ ഒന്ന് സാധനങ്ങളൊക്കെ വെച്ച് അപ്പോൾ അതിൻ്റെ അടിയും പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ എന്തായാലും അല്ലേ മാ അടിയും പിടിയും ഉണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടും. ഞാൻ ഇവരാണ് സാധനങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചത്. ഇതപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ടില്ല. കേസ് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് പോവാം. പിന്നെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് നിന്നപ്പോൾ അക്കുതോ ഒന്ന് ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരുമെന്ന് പറയുന്ന പോലെ. എന്നാൽ പിന്നെ ഇറങ്ങട്ടെ, എൻ്റെ അടുത്തും കൂടെ പറഞ്ഞിട്ട് ഇറങ്ങാം. വരുന്ന നിങ്ങളെടുത്തത് അധികം നേരം സംസാരിക്കാൻ പറ്റൂല. കയറിപ്പോ. അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചെണീപ്പിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അക്കു പോയിട്ട് വരാം. പോട്ടറാ ആപ്പാ. ഞാൻ ഫ്രണ്ടിലാണല്ലേ കയറാറുള്ളത്. ഓട്ടാ എന്തിന്? ചിരിച്ചോണ്ട് ഇറക്കി വിടണം. ചിരിച്ച് ഇതപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ്. കേസ് അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. എൻ്റെ ഉമ്മായും ഉപ്പായും ഒക്കെ ഒരേ പാറ്റേൺ ആണ്. അവർക്ക് സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹവും, വിഷമമാണെങ്കിൽ ഭയങ്കര വിഷമവും, എല്ലാം എക്സ്ട്രീം ലെവലാണ്. ഞാനും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് കേസ്. പിന്നെ എന്താണ്, അപ്പോൾ ഇറങ്ങുവാണ്. ഇന്നെൻ്റെ തുടക്കമാണ് കേസ്. അപ്പോൾ എന്തായാലും ഇന്ന് പോകുന്നത് പൊന്മുടി ആ ഒരു സൈഡിലോട്ടാണ് ഞാൻ പോകുന്നത്. കേസ് അങ്ങനെ ഇപ്പോൾ കല്ലറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ കല്ലറ. ഇനി ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് കല്ലറയിലോട്ട് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഭരതന്നൂർ പാലോട് പോകുന്ന വഴിക്ക് ബ്രൈമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ടായിരിക്കും നമ്മൾ പൊന്മുടിയിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 20-27 കിലോമീറ്ററേ ഉള്ളൂ കല്ലറയെന്ന് ബ്രൈമൂർ വരെ. അവിടെ നിന്ന് പൊന്മുടി കുറച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ബ്രൈമൂറിലോട്ട് പോവാം. കേസ് അപ്പോൾ ഇതാണ് പാങ്ങോട്. ഗീസ് ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രിപ്പ് ബി. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഏകദേശം 10 കിലോമീറ്ററിന് മേലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു ട്രിപ്പ് കഴിയാൻ നേരം, അതായത് ഇപ്പോൾ ഓൾ കേരള ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയണ്ടേ, എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം ട്രിപ്പ് ബിയിൽ 00 പിടിച്ചിട്ടത്. അപ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടിയെന്ന് അറിയാൻ പറ്റും ഇത് കഴിയുമ്പോഴത്തേക്ക്. എൻ്റെ ബുദ്ധി വിമാനം തന്നെ. കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാം. 500 പെട്രോൾ അടിക്കണം. എന്തിനാ വെറുതെ ആദ്യ ട്രിപ്പിൽ തന്നെ വഴി കിടക്കുന്നത്? പൈസ എനിക്കൊരു വിഷയമല്ല ഗൈസ്. ട്രിപ്പിന് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളെ ഇത്രയും നാൾ പറ്റിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്താണ് ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടത്. വേറെ ആരുമല്ല, നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ഉറുമ്പുകളെ കാണാം. എൻ്റെ വീട്ടിൽ നിന്ന് കയറിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറെ വണ്ടി നിർത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെ ഏകദേശം ഒരു 10-20 ആൾക്കാരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 20 അല്ല, അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പാണ് പോകുന്നത്. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പല്ല. ഇനി ഞാൻ പറയത്തില്ല ഇവർ എത്ര നേരം ഏതുവരെ കാണുമോ നമുക്ക് നോക്കാം. ഇവർ ഏതുവരെ എൻ്റെ കൂടെ കാണുമോ നമുക്ക് നോക്കാം. ഓക്കെ കേസ്. ഭരതന്നൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വനം, 2 സൈഡ് നല്ല നല്ല മരങ്ങളാണ് കേട്ടോ. വനമാണിത്. ഈ സ്ഥലത്തിന്റെ പേര് മൈലമൂട് എന്നാണ്. മൈലമൂട് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ മൈലമൂട് അല്ലെങ്കിൽ മൈലമൂട് സുമതി അല്ലെങ്കിൽ എസ് വളവ്, സുമതി വളവ്, അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു സ്ഥലത്ത് കൂടെയാണ് ഞാൻ പോകുന്നത്. ഇതാണ് മൈലമൂട്. ഇനി അടുത്ത ജംഗ്ഷനാണ് മൈലമൂട്. അത് കഴിഞ്ഞിട്ടാണ് സുമതി വളവ്. ഒരുപാട് അഭ്യൂതങ്ങളാണ്. അതായത് പ്രേതമുണ്ട്, മൈലമൂട്, സുമതി, രാത്രി ഇതുവഴി പോകുമ്പോൾ റോഡിൽ ഇറങ്ങി നിൽക്കും, അങ്ങനെ കുറച്ച് കഥകൾ. അങ്ങനെ അതുപോലെ ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് മൈലമൂടും സുമതി വളവും ഒക്കെ. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സുമതി വളവിലൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക?
അല്ലെങ്കിൽ സുമതി വളവിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രം, പാലമരം. രാത്രി കൂടെ ഒക്കെ ഒറ്റയ്ക്ക് വരണം. ഇതാണ് മൈലമ്മൂട്. കണ്ട ബസ്സൊക്കെ ഇവിടെ എത്തിയപ്പോൾ കണ്ട ബസ്സിന്റെ അവസ്ഥ കണ്ട ഗീസ്. ഞാൻ കള്ളം പറയുന്നതാണോ നോക്കി. ഇവിടെ എത്തിയപ്പോൾ ബസ്സിന്റെ അവസ്ഥ കണ്ട. ദുരൂഹതകൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പാപ്പ നോക്കിയൊക്കെ നില്ലേ ഗീസ്. ഒരു ബസ് വരുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നു മൈലമ്മൂട് പാലം. അങ്ങനെ മൈലമ്മൂട് പാലത്തിലൂടെ കയറി ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ് ഗീസ്. സുമതി വളവിലോട്ട് വളരെ കുറച്ച് സമയം കൂടെ ഉള്ളൂ സുമതി വളവിൽ എത്താനായിട്ട്. യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഗീസ്. ഇഷ്ടം പോലെ വീഡിയോസ് ഈ സുമതി വളവിനെ പറ്റിയിട്ടുണ്ട്. പാലോട് പോകുന്ന വഴിക്കാണ്. മൈലമ്മൂട് കഴിഞ്ഞിട്ടുള്ള വളവാണ്. ഞാൻ ആ വളവ് കൃത്യമായിട്ട് കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. അവിടെ ഒരു സിഗ്നൽ വെച്ചേക്കുന്നുണ്ടോ? എസ് പോലെ. എസ് സമം സുമതി എന്നാണ് അർത്ഥം. ഇനി അങ്ങോട്ടുള്ള വളവ് നിങ്ങൾ ശ്രദ്ധിച്ചോളേ. അഴുക്ക വളവാണ്. അഴുക്ക വളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. അതാണ് വളവ് കിടക്കുന്നുണ്ടോ ഇങ്ങനെ. ഇവിടെ നിന്ന് ഇങ്ങനെ, ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ. ഇവിടെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. ഇതാണ് വളവ്. ഒന്ന് കണ്ട 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 കണ്ട. അയ്യോ ഈ ഒരു വളവ് ഇച്ചിരി സീനാണ്. ഇതാണ് സുമതി വളവ്. ഓക്കെ നിങ്ങൾക്ക് സുമതി വളവ് കാണിച്ചതില്ലെന്ന് പറയല്. സുമതിനെ കാണിച്ചാൽ പറയരുത്. സുമതിയുടെ വളവ് മാത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത് പാലോടാണ്. പാലോട് നിന്നാണ് നമുക്ക് അടുത്ത ബ്രൈമൂർ പോകാനുള്ളത്. ഉറക്കം വരുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ബൗൾക്കം വണ്ടി കിടന്ന് എടുത്ത് വെച്ച് ചവച്ചോണ്ടിരിക്കുവാണ്. എവിടെ ബ്രൈമൂർ എത്തിയിട്ട് വേണം അവിടത്തെ ഇത് കണ്ടിട്ട് എനിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ. കഴിഞ്ഞ ദിവസം ഉറങ്ങില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് എന്തൊക്കെ നടക്കും അല്ലെങ്കിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് അങ്ങനെ ഉറക്കം വന്നില്ല. പിന്നെ കിടന്ന് ഉറങ്ങിയ സമയത്താണെങ്കിൽ ഇന്ന് രാവിലെ 7 മണിക്ക് എണീക്കുകയും ചെയ്തു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. അപ്പൊ നമുക്കിനി എന്തായാലും പാലോട് കഴിഞ്ഞിട്ട് കാണാം. ഗീസ് എന്തൊക്കെ പറഞ്ഞാലും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട് കേട്ടോ. ഇതിലേ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, 2 സൈഡിലും പോലെ മരങ്ങളും. ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട്. നല്ല 11 മണിയോ 10 മണിയോ കണ്ട്. 10 മണി കഴിഞ്ഞിട്ടോ, 10:30. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മുതു വെയിലായിരിക്കും, നല്ല വെയിലും. പക്ഷെ ഇതിനകത്തൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. അത് AC ഇട്ടുകൊണ്ടാണ്, എന്നാലും നല്ല തണുപ്പുണ്ട്. ഈ പ്രകൃതിയും കണ്ട് ഈ തണുപ്പ് അടിച്ച് പോകുമ്പോഴത്തേക്ക് എൻ്റെ മോനെ ഞാൻ പാട്ട് കേട്ടാണ് പോണത് കേട്ടോ. പാട്ടും കൂടെ കേട്ട് പോകുമ്പോൾ വല്ലാത്ത ഫീലാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ഞാൻ എങ്ങും ട്രിപ്പ് പോയിട്ടില്ല. സത്യമായിട്ടും ഒറ്റയ്ക്ക് ഞാൻ എങ്ങും പോയിട്ടില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ കൂടെ വേണം. ആദ്യമായിട്ടാണ് ഞാനൊരു സോളോ ട്രിപ്പ് അടിക്കുന്നത്. ഗീസ് നോക്കിയേ, ഞാൻ പറഞ്ഞ കള്ളമാണെന്ന്. ആ വഴിയൊക്കെ നോക്കിയേ. പണ്ട് 2 സൈഡിൽ ഇത്രയും കാടില്ലായിരുന്നു, പക്ഷെ ഇപ്പം അത്യാവശ്യം നല്ല കാടായി. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 2-3 വർഷം മുമ്പാണ് ഞാൻ ഇതുവഴിയൊക്കെ വന്നത്. ഗീസ് അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മല പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന അങ്ങനെയുള്ള മലകളായിരിക്കും. ദൂരെയായിട്ട് നമുക്ക് കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ കാണാം. പോലീസൊക്കെ ഫുള്ള് പോലീസ് ചേട്ടാ കണ്ട്. നമുക്കൊരു സാധനം വേണം, ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ്. കാര്യം ഈ സാധനം ഗ്ലാസ്സിലൊന്നും ഒട്ടിച്ചിട്ടിരിക്കുന്നില്ല. അത്യാവശ്യം മാപ്പ് നോക്കണം. അപ്പോൾ അത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ സാധനം ഒട്ടിച്ച് വെക്കാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഒരു കട കണ്ട്, ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. കൊള്ളാമല്ലേ ബേക്കിൽ ഇത് ഒട്ടിച്ചപ്പം. എന്ത് ചെയ്യാൻ, പ്രൊഫഷണൽ റൈഡറായി പോയില്ലേ. ഇനി നമുക്ക് ഈ സാധനം ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ തലയിരിച്ചല്ല ഗീസ്, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. വേറൊന്നുമല്ല, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ സാധനം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ലോക്ക് ഇങ്ങനെയാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഊരി വീഴുന്നു കേട്ടാ. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയപ്പോഴാണ് ഇതിൽ ലോക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത്. എന്തായാലും ബാക്കി കുറച്ച് സെല്ലോ ടേപ്പ് ഉണ്ട്, അല്ല ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ട്. എപ്പോഴെങ്കിലും ആവശ്യം വരും. ഇതുവരെ നമുക്ക് കളയാം. പോട്ട് വലിയ സത്യം പറഞ്ഞ് ഇത് മേടിച്ചുകൊണ്ട് ഞാൻ ആ ഒരു ലോക്ക് കണ്ട്. അപ്പം ഞാൻ വെറും ഇതല്ല. ഇനി നമുക്ക് ഇതിൽ വെക്കാം. അങ്ങനെ നമ്മൾ മങ്കയം എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. വെൽക്കം ടു മങ്കയം എക്കോ ടൂറിസം. കേസ് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ചേച്ചി അത് തുറന്നിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപ, അതുപോലെ കാറിന് 40 രൂപ, ടോട്ടൽ 70 രൂപയാണ് നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വന്നത്. കേസ് അങ്ങനെ നമ്മൾ മങ്കയം റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് മങ്കയം വാട്ടർഫോൾ, അതുപോലെ ബ്രൈമൂറൊക്കെ വരുന്നത്. ഇവിടെ എന്തോ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കട്ടെ.
മങ്കയം ഇക്കോ ടൂറിസം. അപ്പോൾ നമുക്ക് എന്തായാലും ചലിക്കാം. ഇവിടെ റിസോർട്ട് ഉണ്ട് കേട്ടാ, പൊന്മുടി റെയിൻബോ റിസോർട്ട്. കേസ് ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കേ ഉള്ളൂ. മങ്കയം വെള്ളച്ചാട്ടം കാണാൻ തന്നെ പോണം. ഞാൻ പറഞ്ഞു തന്നെ എന്ത് പറ്റി ചേച്ചി ഞാൻ ചോദിച്ചു. അല്ല ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ചോദിച്ചെന്ന് പറഞ്ഞു. കേസിന് ഒറ്റയ്ക്ക് ഇങ്ങനെ അധികം ആരും ഇങ്ങോട്ട് വരാറില്ല തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, വരുമ്പോൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ക്യാമറ ഉണ്ടാ? ഞാൻ പറഞ്ഞില്ല ചേച്ചി, ഫോണിലാണ് എടുക്കുന്നത്. എന്നാ ഓക്കെ എന്ന് പറഞ്ഞു. ഗീസ് അപ്പോൾ നമുക്കിനി എന്തെങ്കിലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ചെറിയ റോഡാണ്, നോക്കി ഓടിക്കണം. ഗീസ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ ഒരു പള്ളിയുടെ ആണെന്ന് തോന്നുന്നു. ഒരു ഗീസ് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രവും കാണാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നിലോട്ട് പോകുമ്പോഴാണ് സ്ഥലം എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഗീസ് അങ്ങനെ മങ്കയം എക്കോ ടൂറിസത്തിൻ്റെ ചെറിയൊരു ഉൾവാതിലിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമെത്തി ഗീസ്. മങ്കയം വാട്ടർഫാൾ എത്തി. വണ്ടി ഒതുക്കിയിട്ട് വരാം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് കുറച്ചേരം ഇവിടേക്ക് ഇരുന്നിട്ട് പോവാം. സത്യം പറയാലോ, ഒറ്റയ്ക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. അതുപോലെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഒന്ന് ഊഞ്ഞാലാടുന്നു. എനിക്ക് കണ്ടിട്ട് വിഷമം വരുന്നത്. എൻ്റെ കൂടെ ആരുമില്ല, ചുമ്മാ കഴിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. വെള്ളം കുറവാണ് കേട്ടോ, കാരണം ഇപ്പോൾ വേനൽക്കാലം ആവുകൊണ്ട് തന്നെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും കാണത്തില്ല. പക്ഷെ കൊള്ളാം, വെള്ളമൊക്കെ കുറച്ചേ ഉള്ളെങ്കിൽ അത് തെളിഞ്ഞ് കിടക്കുന്നത് കേട്ടാ. ഇതാണ് മങ്കയം വാട്ടർഫാൾ. വെള്ളച്ചാട്ടം എവിടെയാണ് എന്തോ ദൈവമേ, ഇത് ഒരു പിടിയില്ല കേട്ടാ. ഇതല്ല വെള്ളച്ചാട്ടം, ഇത് വെള്ളച്ചാട്ടം ഏത് സൈഡിലാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാം. ഇത് ടിക്കറ്റ് അവർ കീറി കളഞ്ഞു കേട്ടാ. ഞാൻ രണ്ടാമത് ഇനി ഉപയോഗിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എന്തോ. പേരിൽ മാത്രമേ കള്ളാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞ ഒരു പാവമാണ്. വെള്ളച്ചാട്ടം എവിടെയെന്ന് കണ്ടുപിടിക്കട്ടെ, ഞാൻ ആരുടെങ്കിലും ചോദിക്കട്ടെ. ഇവിടെ ഒരു വഴി പോലെ കിടക്കുന്നു, നമുക്ക് ഇതുവഴി പോയി നോക്കാം. എവിടെയെങ്കിലും ചെന്ന് എത്തുമായിരിക്കും. ഇവിടെ വഴിയുണ്ട് ഗീസ്, കറക്റ്റ് ഗീസ്. എനിക്ക് ആരുടെയും ചോദിക്കേണ്ടി വന്നില്ല, ഞാൻ കണ്ടുപിടിച്ചു ഗീസ്. വെള്ളച്ചാട്ടം ഗീസ്, വെള്ളച്ചാട്ടം ഞാൻ കണ്ടുപിടിച്ചു. തട്ടി വീഴാതിരുന്നാൽ മതി ഗീസ്. ഞാനങ്ങനെ അതിസാഹസികമായി അങ്ങനെ തന്നെ പറയാം, ആരുടെയും സഹായമില്ലാതെ ഞാനിതാ ഗീസ്. ഇത് വെള്ളച്ചാട്ടമല്ല ഗീസ്, മേളിൽ നിന്ന് ആരോ പറയുന്നില്ല ഗീസ്. വെള്ളം കുറവാണ് കേട്ടോ. ഉള്ള വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം. യ്യോ നല്ല തണുപ്പ്. ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം കൊള്ളാം കേട്ടോ. എൻ്റെ പൊന്നളിയാ, ഈ ചൂടത്തുനിന്ന് വന്നിട്ട് ഈ തണുത്ത വെള്ളത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഫീൽ. നമുക്കെന്തായാലും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി വെള്ളച്ചാട്ടം ഒന്ന് കാണാം. ഇതുവരെ വന്നതല്ലേ ഗേസ്. ഇതിൻ്റെ പുതിയ ക്രോക്സ് ആണ് കേട്ടോ, എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. കൊള്ളാം ഗേസ്. നല്ല വെള്ളമുള്ള സമയത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇത്രയും വെള്ളം വരും എന്ന് ഞാൻ തന്നെ പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഗേസ്. ഇപ്പം എന്തായാലും ഇവിടെ വെള്ളമില്ല. ഞാനിവിടെ വന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തപ്പോൾ ഇങ്ങനെ. ഇനി വെള്ളമുള്ള സമയത്ത് ഞാൻ വരും, എന്നെങ്കിലും ഞാൻ വരും. അപ്പോഴത്തേക്ക് ഈ വ്യത്യാസം ഇപ്പം കണ്ടോ, ഇപ്പം ഈ കിടക്കുന്ന സ്ഥലം കണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് വെള്ളം ഉള്ളപ്പോൾ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കാണിച്ചു തരും. ഇവിടെ വെള്ളം ഉണ്ട് കേട്ടാ. ഈ കൊള്ളാം കേട്ടോ. ഇവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. അവിടെ ആരൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്ന കണ്ട് ഞാൻ. കൊള്ളാം കേട്ടാ. ഇതുവരെ വന്നിട്ട് എന്തായാലും നഷ്ടമായില്ല. നല്ല വെള്ളം കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വെള്ളം. ഈ കൂട്ടുകാരന്മാരുടെയൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങി കുളിച്ചേനെ. അങ്ങനെ നമ്മൾ അറിയാത്ത സ്ഥലത്ത് ഇറങ്ങി കുളിക്കരുത്. അത് ഒറ്റയ്ക്ക് ഇവിടെ ഈ ഏരിയയിൽ ആരും ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല. പക്ഷേ കൊള്ളാം,
ഇറങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ എത്ര നീന്താൻ അറിയാം എന്തൊക്കെ പറഞ്ഞാലും ശരി, അറിയാത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഗൈസ്, ഒരു രക്ഷയില്ല. കാര്യം കുറേ നേരമായിട്ട് നിങ്ങൾ ഈ കേൾക്കുന്ന വെള്ളത്തിൻ്റെ സൗണ്ടില്ലേ, അത് മാത്രം, വേറെ ഒരു സൗണ്ടും ഇല്ല ഗൈസ്. ഞാൻ കുറേ നേരമായി ഇവിടെ ഇരിക്കുന്നു, എന്നിട്ടാണ് വീഡിയോ എടുത്തത്. കൊള്ളാം. ഗൈസ്, എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിൽ കയറാനുള്ള ഒരു വഴിയുണ്ട്. ഇതുവഴിയാണെന്ന് തോന്നുന്നു. അവിടെയായിട്ട് ചെറിയൊരു സ്റ്റെപ്പൊക്കെ കാണാം. എവിടെ? അതുകൊണ്ട് ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും മേലിലോട്ടും കൂടെ ഒന്ന് കയറി നോക്കാം. ഇനി അത് ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കും. വഴി കണ്ടുപിടിക്കാൻ ഞാൻ മറ്റേ മാപ്പാ. ഞാനാണ് മാപ്പ് വന്ന വഴി. ഗൈസ്, അപ്പം നമുക്കിനി എന്തായാലും മേലോട്ട് പോവാം. ഗൈസ്, ഇവിടെ നിന്ന് എനിക്കൊരു കമ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ കുത്തി കുത്തി നടക്കാം. നീ ഇപ്പോൾ വീണാൻ. ഇപ്പം ഞാൻ വീണ്ടും കണ്ടുപിടിച്ചു. വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞ് അവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ താഴോട്ട് പോയത്. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴി. അപ്പോൾ നമുക്ക് കാണാം. സമയം 12 മണിയായി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പതിയെ പൊന്മുടിയിലോട്ട് പോവാം. അപ്പോഴത്തേക്കും വൈകുന്നേരമാണ് അടിപൊളി. ഉച്ചയ്ക്ക് പൊന്മുടി പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു വൈകുന്നേരം അടുപ്പിച്ച് പോവാം. ആദ്യത്തെ ആവേശം കാണിക്കേണ്ടിയിരുന്നു. ഇത്ര കയറിയുള്ളൂ. കുറേ നാളായി വീട്ടിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങിയൊന്ന് നടന്നിട്ടും ശരീരമൊക്കെ ഒന്ന് അനങ്ങിയിട്ട് എനിക്കിങ്ങനെ തന്നെ വേണം. ഗേസ്, വെള്ളച്ചാട്ടം. ആ കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലാണ് നമ്മൾ നേരത്തെ പോയി ഇരുന്നത്. കൊള്ളാം. ഇതാണ് വഴി. ഇറങ്ങുന്നതല്ല പാട്. തിരിച്ചിത് കയറി വേണമല്ലോ പോകാനെന്ന് ആലോചിക്കുമ്പോൾ. എടാ, നമ്മൾ കണ്ടതല്ല വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നു. ഇവിടുന്ന് ഇനിയും വഴി കിടക്കണല്ലോ. ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലാണ് നമ്മൾ നേരത്തെ പോയി ഇരുന്നത്. കാണിച്ചു തരാം. നമ്മൾ ഇരുന്ന സ്ഥലം എന്തോ അവിടെയാണ്. ഇതാണ് ആ കുഞ്ഞു വെള്ളച്ചാട്ടം. ഇതാണ് 2ാമത്തെ വെള്ളച്ചാട്ടം. അത് 3ാമത്തെ. ഇതിൻ്റെ മേളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത്. 3 വെള്ളച്ചാട്ടമുണ്ട്. 3 വെള്ളച്ചാട്ടം. 1, 2, 3. ഇതാണ് 2ാമത്തെ വെള്ളച്ചാട്ടം. 1ാമത്തെ കഴിഞ്ഞ് 2ാമത്തെ. ഇനി മേളിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. ഗീസ്, അങ്ങനെ നമ്മൾ 3ാമത്തെ വെള്ളച്ചാട്ടവും കണ്ട്. പക്ഷെ അവിടെ ഫുള്ള് പയ്യന്മാരും പിള്ളേരൊക്കെ ഇരിക്കുമായിരുന്നു. എന്തൊക്കെ വ്ളോഗറാണെന്ന് പറഞ്ഞാലും ശരി, ആൾക്കാരെ മുമ്പിൽ വെച്ച് ഇപ്പോഴും ക്യാമറ ഓണാക്കാൻ ചെറിയ മടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് ഞാനിങ്ങ് വന്ന്. ഗീസ്, എനിക്കിഷ്ടപ്പെട്ട 1ാമത്തെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. 2ാമത്തേൽ നമുക്ക് നേരിട്ട് കാണത്തില്ല. കാര്യം ഈ ഗ്രില്ലിരിക്കുന്നതുകൊണ്ട് 2, 3 വെള്ളച്ചാട്ടം നമുക്ക് കുറച്ചും കൂടെ അടുത്തോട്ട് പോയി കാണാൻ പറ്റത്തില്ല. പക്ഷെ 1ാമത്തെ വെള്ളച്ചാട്ടം സൂപ്പർ. ഗീസ്, അപ്പോൾ നമുക്കിനി എന്തായാലും വന്ന വഴി തിരിച്ചു പോകാം. എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എല്ലാവരും കപ്പിൾസായിട്ടൊക്കെ പോണ്. എല്ലാവർക്കും കപ്പിൾസ്. കുറച്ച് നേരം ഊഞ്ഞാലടിയിട്ട് പോയല്ലേ. ഈ സാഹസികമായി ഞാൻ ഒരു കയ്യിലാണ് ആടുന്നത്. 2 കയ്യിൽ ആടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ വേറെ ആരെങ്കിലും വന്ന് എടുക്കുമോ? ഒറ്റയ്ക്ക് തന്നെയല്ലേ എടുക്കേണ്ട. ഇവിടെ അത്യാവശ്യത്തിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വന്നപ്പോൾ എൻ്റെ വണ്ടി 2 വണ്ടിയും കൂടെ ഉള്ളായിരുന്നു. ഇപ്പോൾ വണ്ടികളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് അടിക്കും എവിടെ. ഞാനിവിടെ എന്തായാലും ഒരു ദിവസം കൂടെ വരും കേട്ടോ. അത്
വെള്ളമുള്ള സമയത്ത് വരും, പയ്യന്മാരായിട്ടൊക്കെ വരും. ഗേസ് ഇപ്പോഴാണ് സമയം 12:03 ആയത്. അപ്പം ഞാൻ എന്തായാലും മങ്കയം വാട്ടർഫാൾസിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്രൈമൂർ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു, 1 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. എന്തായാലും അതും കൂടെ പോയി നോക്കിയിട്ട് പോവാം. ബ്രൈമൂറിനോട് വിട പറയുകയാണ്, മങ്കയത്തോട് വിട പറയുകയാണ്. ഞാനിവിടെ എന്തായാലും ഒരു തവണയും കൂടെ വരും, കാര്യം അതിനുള്ളതുണ്ട്. വെള്ളമുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു തവണയും കൂടി വരും. ഇപ്പോൾ എന്തായാലും ബൈ ബൈ പറയുന്നു. ഗേസ് നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗേസ് അവിടെ തന്നെ മാപ്പ് ഏതോ ഒരു ചെറിയ വഴി കയറ്റിയിട്ടുണ്ട്. ഇതിലാണ് ബ്രൈമൂർ എന്നാണ് കാണിക്കുന്നത്, നോക്കാം. ഗേസ് ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ടുള്ള പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നതല്ല തന്നെ. ഗേസ് ബ്രൈമൂർ ഇവിടെ തന്നെയാണ് ചേട്ടാ. ഗേസ് അവിടെ ഈ ഒരു എസ്റ്റേറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ അവിടെ കയറാൻ പറ്റത്തില്ല, എന്തോ സീനായിട്ട് കിടക്കുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് ഇനി നേരെ പൊന്മുടിയിലോട്ട് പിടിക്കാം. ഞാൻ ഈ ചെറിയ റോഡൊക്കെ കയറി പോയിട്ട് എനിക്ക് സുരക്ഷയില്ല, ഞാൻ തിരിച്ച് വരേണ്ടി വന്നു. അപ്പോൾ നമുക്കിനി നേരെ പൊന്മുടി പിടിക്കാം. അതിന് മുമ്പ് എനിക്ക് ഫുഡ് കഴിക്കണം എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോണ വഴി ഫുഡും കഴിച്ചിട്ട് നേരെ പൊന്മുടി പിടിക്കാം. ഗേസ് ആരും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്ന് പറയരുത്, ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് പെട്ടെന്ന് ഇടാത്തതാണ്. ഗേസ് ഈ കാണുന്നതാണ് ഇക്ബാൽ കോളേജ്, പാലോട് ഇക്ബാൽ കോളേജ്. ഇവിടെ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഗേസ് നിങ്ങളെൻ്റെ കണ്ണിലോട്ട് നോക്കി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഒരു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിലൊരു ചേച്ചിയും ഒരു പയ്യനും കൂടി എന്താ ചെറിയ സർബത്തും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഒരു വെള്ളം കുടിച്ചിട്ട് വരാം. ഗേസ് അങ്ങനെ ഒരു പൈനാപ്പിൾ സർബത്താണ് കുടിച്ചത്, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഗേസ് വരുന്ന വഴി ഇവിടെ ഒരു അമ്പലത്തിൽ അന്നദാനം കണ്ട്. അപ്പം നമുക്ക് നോക്കാം അന്നദാനം കഴിക്കാൻ പറ്റുമോന്ന്. ഗേസ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഒരു ഹായ് പറയടാ. ഗേസ് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചിട്ട് പോകാം. ഗേസ് അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നടാ? അനന്തു. ഓട്രാ. ഓക്കെ ഗേസ് അങ്ങനെ വിശാലമായ ഒരു ഫുഡടി കഴിഞ്ഞു. എനിക്ക് ആദ്യം ഇറങ്ങണോ വേണ്ടേ എന്നുള്ളൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പകുതി വരെ വന്നിട്ടാണ് തിരിച്ചു പോയത്. എന്നിട്ട് പോയി കഴിച്ച് നമ്മൾ അറിയാവുന്ന 1-2 പയ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഓക്കെ ആയി, ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങണം ഗേസ്, നിർബന്ധം. ഗേസ് അങ്ങനെ ഞാൻ ഒരു സൈഡിൽ നിർത്തിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ പള്ളി ഒരു രക്ഷയില്ല ഗേസ്, ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഇവിടെ മീമൂട്ടി വാട്ടർഫാൾസ് ഉള്ളത്. ഇതിനപ്പുറത്തായിട്ട് ചെറിയൊരു റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ പോലും ഇല്ല നമ്മുടെ മീമൂട്ടി വാട്ടർഫാൾ. അപ്പോൾ നമുക്ക് അതുകൂടെ കയറി കണ്ടിട്ട് പോകാം കേട്ടോ. അതുകൊണ്ടാണ് മീമൂട്ടി വാട്ടർഫാൾ 1.5 കിലോമീറ്റേഴ്സ്. ഇവിടെ ബോർഡൊക്കെ ഉണ്ട്. ഗേസ് ഇപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ, നല്ല ഒട്ടും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും മീമൂട്ടി വാട്ടർഫാൾ കാണാം, അതായിരിക്കും നല്ലത്. കാര്യം ഉച്ച സമയമായി, നല്ല ചൂടുമാണ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പൊന്മുടി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് മീൻമുട്ടിയിൽ കയറാം. അപ്പം നമുക്ക് നേരെ ഇനി പൊന്മുടിയിലോട്ട് വിടാം. ഗേസ് അങ്ങനെ ഇനി മൊത്തം 15 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുന്ന് പൊന്മുടിയിലോട്ടുള്ളത്. ഈ വഴി തന്നെ നോക്കിയാൽ ഒരു രക്ഷയില്ല, വീണ്ടും ഒരു കാട് പോലെ ഒരു സെറ്റപ്പാണ്. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. 80 രൂപയാണ് പാസ്, പക്ഷേ ചില്ലറയില്ല. ഞാൻ വൈഫൈ പിടിക്കാനായിട്ട് വണ്ടി നിറങ്ങി നോക്കിയതാണ്. ഗേസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നെറ്റ് കിട്ടി. 80 രൂപയാണ് കേട്ടോ ഇവിടുത്തെ പാസ്. 80 രൂപ. ഇത് മേലത്തെ ചെക്ക് പോസ്റ്റ് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിനി മേലോട്ട് പോകാം. ഗേസ് അങ്ങനത്തെ വെൽക്കം ടു പൊന്മുടി എക്കോ ടൂറിസം. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിലോട്ട് കയറുകയാണ്. ഗേസ് പാട്ടൊക്കെ ആസ്വദിച്ച് വന്നതാണ്, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നെറ്റ്വർക്കൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇനി പാട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമുക്ക് ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് എൻജോയ് ചെയ്തങ്ങ് പോവാം. ഗേസ് മൊത്തം 22 ഹെയർ പിന്നാണ് നമ്മുടെ പൊന്മുടിയിലോട്ട് പോകാനായിട്ടുള്ളത്. അപ്പം 4 ഹെയർ പിന്ന് കഴിഞ്ഞ് ഇനിയാണ് വലിയ ഹെയർ പിന്നുകൾ വരുന്നത്. അപ്പം നമുക്ക് എന്തായാലും പോകാം. അതോ കപ്പിൾസൊക്കെ പോണ്, നമ്മൾ മാത്രം സ്വന്തം ഒറ്റയ്ക്ക്. എന്തൊരിത് നീതിയില്ലേ ഇവിടെ? ഇനി സിംഗിൾസിന് മാത്രമേ കയറ്റാവൂന്ന് നിയമം വരണം. എനിക്കിതൊന്നും സൈക്കിളില്ല കണ്ടിട്ട്, ചുമ്മാ പറഞ്ഞ ഗേസ്. നമുക്ക് ഹെയർ പിന്നെല്ലാം കേറാം. അതുപോലെ അവർ സൺറൂഫൊക്കെ ഓണാക്കിയിട്ട് ഫ്രണ്ടിലെ പയ്യൻ പോണ്. നമുക്കുണ്ട് സൺറൂഫ് അടച്ചു വെച്ചേക്കുക. ഇനി ഒരു 10 കിലോമീറ്ററും കൂടെ ആ പൊന്മുടിയിലോട്ട്. അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോകാൻ. ജസ്റ്റ് ആ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തിയതാണ്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. 10 കിലോമീറ്റർ കൂടെ, വെറും നിസ്സാര 10 കിലോമീറ്റർ. ഗീസ് ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് പേടിച്ചു, പക്ഷേ ഇവിടെ നമ്മുടെ കൊമ്പനും
ഡേ കടിക്കൊന്നും ചെയ്യല്. കൊമ്പ സീനാണ് കേട്ടാ. കൊമ്പ എന്നെ അവിടെ നിർത്താൻ സമ്മതിച്ചില്ല എൻ്റെ പൊന്നേ. ഈ കേൾക്കുന്ന സൗണ്ട് എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? റോഡിൽ മൊത്തം കോരകന്മാരി. അപ്പം വഴിമാറി തന്നിരുന്നെങ്കിൽ അങ്ങോട്ട്. ഗേസ് അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഇതും കാണിച്ച് ടിക്കറ്റും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് മേലോട്ട് പോവാണ്. ഗേസ് അപ്പോൾ ദാ പൊന്മുടി എത്തി. ഗേസ് അങ്ങനെ പൊന്മുടിയിൽ ഞാൻ എത്തി. ബസ്സൊക്കെ ഉണ്ട് കേട്ടാ, നമുക്ക് വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിടാം. ഗേസ് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇറങ്ങാൻ വയ്യ. ഗേസ് കൊടുക്കുന്ന ചൂട് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാൻ വയ്യ. ഗേസ് അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് സമയം 4 മണിയായി. ഗേസ് കാത്തിരുന്നതിന് ബലമുണ്ടെന്ന് തന്നെ പറയാം. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതോ അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഗേസ് മഞ്ഞ് പോണണ്ട, നല്ല ചൂടായിരുന്നു. ഇടയ്ക്കൊക്കെ AC ഓണാക്കി ഓഫാക്കിയൊക്കെയാണ് ഞാൻ കിടന്നത്. ഗേസ് പോകുന്നതാണ് മഞ്ഞ്. കണ്ട പൊന്മുടിയിൽ വന്നാൽ കാണുന്നതാണ് മഞ്ഞ്. ഏതാ ഗേസ്? അപ്പം നമുക്കിനി ഇറങ്ങി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഗേസ് ഓക്കെ, ഇതാണ് പറ്റിയ സമയം. കണ്ടോ, നമ്മൾ വന്ന സമയത്ത് വളരെ തുച്ഛമായ വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കണ്ട നിറഞ്ഞ്. ഭയങ്കര സന്തോഷം കേട്ടോ, ഇതുവരെ ഇല്ലാത്ത സന്തോഷം. കാര്യം ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലം പോലും കാണാൻ പറ്റുന്നില്ല. അതുവഴി പോയതുപോലെ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. ഗേസ് അതിൻ്റെ വണ്ടിയിൽ ഒരു കെട്ടിടം പോലെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. അവിടെ ഇപ്പോൾ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് എന്തായാലും പോവാം. ഗേസ് എൻ്റെ മുഖത്ത് നിന്ന് ഇതുവരെ ചിരി പോയില്ല. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ പാറയുടെ മണ്ടയിൽ കയറി നിന്നിട്ട് നോക്കിയപ്പോൾ സീനാണിത്. 4 വശം. ഇപ്പം കുറച്ച് ചെറുതായിട്ട് കാണാൻ കേട്ടാ. നേരത്തെ അത് അവിടെ നോക്കിയിട്ട് ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു. കോട വന്നും പോയി ഒക്കെ നിൽക്കുകയാണ്. നമുക്കിനി എന്തായാലും അവിടെ കയറി നിന്നിട്ട് താഴത്തോട്ടുള്ള വ്യൂ നോക്കാം. അതുകൊണ്ടല്ല അവിടെയൊക്കെ ഇപ്പോൾ വിസിബിളായി. നേരത്തെ ഫുള്ള് കോടയായിരുന്നു. ടോപ്പ് എൻ്റെ അളിയ. കോട വന്നുകൊണ്ടിരിക്കുന്നു. ആ സൈഡ് കാണത്തില്ല. സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? നാദർഷ യാസി. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അവിടെ എവിടെയെങ്കിലും വേറെ നേരത്തെ നമ്മൾ കണ്ടൊരു വ്യൂ പോയിന്റ്, പക്ഷെ ഇപ്പം അത് കാണാനില്ല. കാരണം അമ്മാരി മഞ്ഞായി. ആ സൈഡിൽ എവിടെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടൂടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം. കേസ് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇറങ്ങി പടിപൊളി കേട്ടോ. കേസ് എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ കിടന്ന് എനിക്ക് അപ്പോൾ ഞാൻ പോയിരുന്നെങ്കിൽ ഇതെല്ലാം മിസ്സാക്കിയേനാ. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഇക്കാടെയൊക്കെ കൂടെ പോയപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ കേസ്. ഇപ്പം തന്നെ ഞാൻ ഉറങ്ങിയിട്ട് എണീക്കണോ വേണ്ടതെങ്കിലും ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇറങ്ങിയിരുന്നെങ്കിലും ഞാനിത് മിസ്സാക്കിയേനാ. നമ്മൾ നേരത്തെ ഇതുവഴിയാണ് വന്നപ്പോഴത്തേക്ക് ആ സൈഡും എൻ്റെ ബേക്കിലത്തെ സൈഡ് അതും കാണാമായിരുന്നു. ഇപ്പോൾ ആ സൈഡൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു സെക്യൂരിറ്റി ചേട്ടൻ പോകുന്നു. ചേട്ടാ ഇവിടെ ഇനി എത്ര സമയം ഇവിടെ അലോഡാണ്? ഇവിടെ 5 മണി വരെ ഉള്ളൂ. 5 മണി വരെ ഉള്ളൂ. എത്ര മണിക്കാണ് ഇവിടെ ഓപ്പൺ ആക്കുന്നത്? ഇവിടെ 8:30 മണിയാവും. 8:30 മണിയാവും. പോട്ടെ. പേരെന്തായിരുന്നു? മുത്ത്. ഓക്കെ. ഈ അപ്പം ചോദിച്ചത് നന്നായി. 8:30 മുതൽ 5 മണി വരെയാണ് ഇവിടെ അലോ ചെയ്യുന്നത്. അതായത് ഇവിടെയാണെന്ന് തോന്നുന്നു. താഴെ കുറച്ചുകൂടെ സമയം കാണാൻ തോന്നുന്നു. then നമുക്കിനി മറ്റേ വ്യൂ പോയിന്റിലോട്ട് പോകാം. അതുപോലെ അവിടെ എന്തെങ്കിലും കാണാം. നോക്കിയോ, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലമാണ് അത്. അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് മേളിൽ കയറിയിട്ട് ആ രണ്ട് സ്ഥലം കാണാൻ പറ്റും. ഈ
ഒരു സ്ഥലം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ ഈ ഒരു പാറ അവിടെയായിരുന്നു ഞാൻ പറഞ്ഞ സ്ഥലം. അവിടെയാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം. ഇത് രണ്ടും നല്ലപോലെ കാണാം. എങ്ങനെയാ നല്ലപോലെ കാണാം. അങ്ങോട്ട് നമ്മൾ മല വഴി പോയി, ഇങ്ങോട്ട് നമ്മൾ റോഡ് വഴി വന്നു. അയ്യോ ഇതോ മറ്റേ ചേട്ടൻ നിൽക്കുന്നു. സെക്യൂരിറ്റി ചേട്ടാ. പണ്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഇതോ ആ കാണുന്ന ഇതില്ലേ ഒരു വെച്ചേക്കുന്നത്, അതിൻ്റെ മണ്ടയിൽ കൂടെ ചവിട്ടിക്കിറങ്ങി അപ്പുറത്ത് ചാടിയിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ വീണിട്ടുമുണ്ട്. ഇവിടെ പണ്ട് സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്ന ഇവിടെയായിരുന്നു. ഇതിൻ്റെ പേരെന്താണ്, കുറുക്കൻ എന്നാണോ അറിയത്തില്ല. അറിയാമെന്നുള്ളവരും കൂടെ കമൻറ്റ് ചെയ്തു. ഇനി നമുക്ക് അവിടുത്തെ വ്യൂ പോയിന്റിലോട്ട് പോവാം. നമ്മളറിയാമെന്നുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാറിൽ പോയ കുറച്ച് പിള്ളേർ കള്ളണ്ട ഒരു ഹായ് തരുമെന്ന് ചോദിച്ചു. ഞാനൊരു ഹായ് എടുത്ത് കേസ് അവിടെയാണ് നമ്മൾ നിന്ന് കേട്ടോ. ഇത് കാണാൻ പോലും പറ്റുന്നില്ല. ഒന്ന് കൂവിയാലോ കേസ്, എനിക്ക് കൂവാൻ തോന്നുന്നു. എവിടെയെങ്കിലും പോയത് ഞാൻ കൂവും. ഇതാണ് വേറൊരു വ്യൂ പോയിന്റ്. ഇത് കൊള്ളാമല്ലേ ബാക്ക്ഗ്രൗണ്ട്? ഏതെങ്കിലും പയ്യന്മാരെ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഫോട്ടോ എടുപ്പിക്കായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് കേസ്? അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇവിടെ ഇരിക്കാം. പണ്ട് ഞാനും ഉമ്മയും പാപ്പായും അനിയനും കൂടെ പുൽമുടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന സമയത്ത് മഴ പെയ്തായിരുന്നു. അതൊക്കെയാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നു. ഇവിടെയൊക്കെ ഫുൾ കപ്പിൾസാണ്. അവിടെ നോക്കിയാൽ അവിടെ കപ്പിൾസ്, ഇവിടെ കപ്പിൾസ് 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 കപ്പിൾസ്. തിരിച്ച് നമുക്ക് കാട് വഴി പോകാം കേസ്. ഇതുവഴി പോകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ മേളിൽ ഒരു ചെറിയ പാറ ഉണ്ടായിരുന്നല്ലോ കേസ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കയറാം. ഇവിടെയൊക്കെ ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ആഷിഖ്. അവൻ ഡ്യൂക്ക് എടുത്ത സമയത്താണ്, +2 പഠിക്കുന്ന സമയം. ഒരാഴ്ചയിൽ 3 ദിവസം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. തള്ളുന്നതല്ല, സത്യമായിട്ട് തള്ളുന്നതല്ല. വണ്ടി എടുത്ത സമയത്ത് സ്കൂളിൽ പോകാൻ വയ്യാത്തതുകൊണ്ട് പെട്രോൾ അടിക്കും, ഇവിടെ വരും. 3 ദിവസം. അവന് പിന്നെ സ്കൂളിൽ പോകണതേ ഇഷ്ടമല്ല. പിന്നെ അവൻ എന്നെ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഒരാഴ്ചയിൽ 3 ദിവസം വന്നിട്ടുണ്ട് ഞാൻ. ഈ സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഒറ്റയ്ക്കുള്ള ട്രിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റും, ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചേക്കാളും അടിപൊളി വൈബാണ്. അത് ഒറ്റയ്ക്ക് പോയാലേ അറിയാൻ പറ്റുള്ളൂ. നീ പറയുന്ന സത്യമാണ് കേസ്. പുറയിലൂടെയൊക്കെ കോട പറക്കുന്നു കേസ്. ഞാൻ ബാക്കിയുള്ള മലകളൊക്കെ കയറിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ കയറാത്ത മലയാണ് ആ മല. അവിടെ ഫുള്ള് കപ്പിൾസ് കേസ്. ഒറ്റയ്ക്ക് സാരമില്ല കേസ്. അപ്പോൾ എന്തായാലും നമുക്കിനി എൻ്റെ പുറകിൽ കാണുന്ന മല കാണിച്ചു തരാം കേസ്. ആ ഒരു മല ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് കയറിയിട്ട് തിരിച്ച് ഈ ഒരു മലയും കണ്ട് നമുക്ക് തിരിച്ച് മീൻമുട്ടി വെള്ളച്ചാട്ടം അത് കാണണം. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട, അങ്ങോട്ടൂടെ പോകാം കേസ്. ഒറ്റയ്ക്ക് വന്ന് ഇരിക്കാൻ എന്തൊരു രസം ഇവിടെ. രസം സത്യം, ഭയങ്കര രസം കേസ്. ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് വെയിൽ കണ്ടിട്ട് പോവേണ്ടി വരുമായിരുന്നോ എന്നൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഈ കോട കണ്ടിട്ട്. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ ഇന്നാണ് വരുന്നതെന്ന്. ഇവർ വരാത്ത ദിവസം കോട കാണത്തില്ല. അല്ല ഞാൻ വരാത്ത ദിവസം ഇവിടെ ചിലപ്പോൾ കോട വരാത്തത് എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ വന്ന ദിവസം നല്ല ദിവസമായിപ്പോയി. നല്ല കോടയൊക്കെ ഉണ്ട്, സൂപ്പർ ക്ലൈമറ്റ്. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോക്കോ. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോക്കോ. അവിടെ നിന്ന് കണ്ടപ്പോൾ വളരെ കുറച്ചുള്ള പോലെയാണ് തോന്നിയത്. ഇപ്പം തന്നെ ഞാൻ ഈ പകുതി ഇറങ്ങി, ഇനി ഇതാ പകുതി കിടക്കണം. എന്നാലേ അടുത്ത മലയിലോട്ട് എത്തുള്ളൂ. അയ്യോ കേസ്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ പോകുന്നത് കാണിച്ചു തരാം. അങ്ങനെ അവസാനം നമ്മൾ താഴെ എത്തി കേട്ടോ. ഇതാണ് കേസ്. ഇത് ആലിൻ്റെ തടിയാണ്, ആൾത്തടിയാണ്. ഇതാണ് ആൾത്തടി. ചുമ്മാട്ടോ, ആൾത്തടി എന്ന് പറഞ്ഞാൽ എന്തിനാ തടിയാണ്. ഒടിഞ്ഞ് വീഴുമോ ഇല്ലയോ കണ്ടറിയാം കൊണ്ടറിയാം. അത് ഞാൻ കൊണ്ടേ അറിയൂ കേസ്. ഞാൻ ഇതുവരെ വന്നിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് ഇതുവരെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ടീച്ചർ മേലിൽ നിന്ന് വിളിച്ചിട്ട് കയറി വാ എന്ന് വിളിച്ച്. അതുകൊണ്ട് നമ്മളെല്ലാവരും കയറിപ്പോയി. ഇത് ഒരു പ്രത്യേകതരം മല. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് അവിടെയൊക്കെ പുല്ലൊക്കെ ഉണ്ട്. ഇവിടെ പുല്ലൊന്നുമില്ല, ഫുള്ള് കുഞ്ഞു കുഞ്ഞു പാറകളാണ്. അവിടെ നമുക്ക് നമ്മുടെ പേര് എഴുതി വെച്ചാലോ? അതെങ്ങനെയുണ്ട് കേസ്? ഏതെങ്കിലും ഒരു പാറയിൽ നമുക്ക് നമ്മുടെ പേര് എഴുതി വയ്ക്കാം. ഇവിടെ വരുന്ന ആരെങ്കിലും അത് കണ്ട് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടുവാണെങ്കിൽ ഞാൻ ഡ്രീം മെൻഷൻ അടിക്കാം. ആരെങ്കിലും നോക്കട്ടെ.
ആദ്യം നമുക്ക് ഇതിന്റെ മേലിൽ കയറിയിട്ടുള്ള വ്യൂ നോക്കാം. ഒന്നാം തുള്ളിയിൽ ഓടിയെത്തും 1000 കോടയൊക്കെ പോയി കേട്ടോ. കോട പോയി. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ കോട പോയി. വേറെ ഒന്നുമില്ല, തീ പിടിച്ചതാണ് കേട്ടാ. തീ പിടിച്ചതാണ്. ആരാ ഇവിടെ ഒന്ന് സേർട്ടം കണ്ട് കത്തിച്ചിട്ട് കുത്തിയിട്ടിട്ട് പോയെന്ന് തോന്നുന്നു. കിസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുക. അത് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടല്ലേ കേട്ടാ. ഇതാണ്ട് എന്താ പറയാ, നമ്മൾ ഉച്ചിഷ്ടാതിയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് എനിക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത്? എന്താണ്? ഓ ഇത് കൊള്ളാം. എന്നെ പോലെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. നമുക്ക് നേരെ വന്ന വഴി തിരിച്ച് അവിടെ ഗേസ് കാറ്റടിച്ച് ഈ ഫോണ് താഴെ വീണത്. നല്ല കാറ്റ്. ഗേസ് അങ്ങനെ നമ്മളിവിടെ പീക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ കാണത്തില്ല. പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാനിവിടെ വന്നു എന്ന് അറിയിക്കാനായിട്ടൊരു പ്രോക്കളൻ്റെ പീക്ക്. പോകുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല, അല്ല പോയ പോലെ അത്ര എളുപ്പമായിരുന്നില്ല തിരിച്ചു കയറാൻ. അതുകൊണ്ട് വീഡിയോ പോലും എടുക്കാൻ തോന്നുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം. നമ്മുടെ പീക്ക് കാണാൻ പറ്റും. കാണിച്ചു തരാം. ആ വലിയ പാറയുടെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ട പീക്കേ. കുറച്ച് നേരം ഇവിടെ കിടക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ പറ എങ്ങനെയുണ്ട്, കമൻറ്റ് ചെയ്യുക ഗൈസ്. അവിടെ കിടന്ന് സമയം പോയത് അറിഞ്ഞില്ല. 5:30 ഇപ്പം പോയില്ലെങ്കിൽ നമുക്ക് താഴത്തെ വെള്ളച്ചാട്ടം കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കിനി നേരെ നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസ് കവർ ചെയ്യാൻ പോകാം. ഇതിൻ്റെ അടി നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെയാണ്. ദേവി ഇത് ഇനി വരുന്നവരെങ്കിലും പ്ലാസ്റ്റിക് ഇവിടെ ഇടാതെ തിരിച്ചുകൊണ്ട് അവിടെ മേലിൽ ബിന്ന് വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഇടുക. കേസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇതോടൊപ്പമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലവും കവർ ചെയ്തു തിരിച്ചു പോകാം. കേസ് അങ്ങനെ കാറിൽ കയറി കുറച്ച് വെള്ളം കുടിച്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. പോകുമ്പോൾ ശ്രദ്ധിക്കണം, കാര്യം കോട ഉള്ളതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടിയൊക്കെ കാണാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഓടിക്കണം. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നോട്ടം ഇട്ട സാധനമായിരുന്നു മാങ്ങയും അതുപോലെ കാരക്കയും. അപ്പം നമുക്ക് ഇതൊന്ന് സാപ്പിട്ടിട്ട് പോവാം. നിങ്ങൾക്ക് ഓരോ മാങ്ങ എടുക്കട്ടെ. ഇങ്ങനെ മാങ്ങ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ അട ഹാപ്പിയായി. ഇതുകൊണ്ട് തീർന്നില്ല. അടുത്ത് കാലിക്ക് ഫ്ലോപ്പ്. കുഴപ്പമില്ല. ഈ വെള്ളം കളയാം, കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അല്ലെങ്കിൽ കുടിക്കാൻ. ഓ ഉപ്പും എരിയും കൂടെ ചേർന്ന വെള്ളം മൊത്തം വേണ്ട. ഇവിടെ വെച്ചേക്കാൻ പോകണം, അടിക്കത്തില്ല. ഗ്യാസ്. അപ്പം നമുക്കിനി താഴെ എത്തിയിട്ട് കാണാം.